ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ, ഹരി ഓം തത്സത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പൊ ഇന്ന് പുരുഷോത്തം മാസത്തിനെ പറ്റിയിട്ട്, അതിന്റെ ശ്രേഷ്ഠതയെ പറ്റിയിട്ട്, അതിന്റെ മഹാത്മ്യത്തെ പറ്റിയിട്ട് സംക്ഷിപ്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മാസം 17-ാം തീയതി മുതൽക്ക്, അതായത് മെയ് മാസം 17-ാം തീയതി മുതൽക്ക് ജൂൺ മാസം 15-ാം തീയതി വരെയാണ് പുരുഷോത്തമ മാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് കലണ്ടർ ഉണ്ട്. ഒന്ന് സോളാർ കലണ്ടറും ഒന്ന് ലൂണാർ കലണ്ടറും. വൈഷ്ണവര് ഫോളോ ചെയ്യുന്നത് ലൂണാർ കലണ്ടറാണ്. ഒരു കൊല്ലത്തിൽ 354 ദിവസമാണ് ഏകദേശം ലൂണാർ കലണ്ടർ വരുന്നത്. നേരെ മറിച്ച് സോളാർ കലണ്ടർ 365 ദിവസം. അപ്പോൾ ഒരു 11 ദിവസത്തെ വ്യത്യാസം ഒരു കൊല്ലത്തിൽ വരുന്നുണ്ട്. ഏകദേശം 2 വർഷം 8 മാസം ആവുമ്പോൾ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിയിട്ട് ഒരു അധിക മാസമായിട്ട് വരുന്ന മാസമാണ് ഈ പുരുഷോത്തം മാസം. ഇതിനെ എന്താണ് അധിക മാസം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മാസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ ദേവതമാർ ഉണ്ടായി, പ്രിസൈഡിങ് ഡേറ്റീസ് ഉണ്ട്. പക്ഷെ ഈ മാസത്തിന് മാത്രം അധിക മാസം അതുകൊണ്ട് അതിന് പ്രിസൈഡിങ് ഡേറ്റി ഉണ്ടായിരുന്നില്ല. അതിനെ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി. മലമാസം മലമാസം എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. അശുഭമാസം എന്നും അതിനെ വിളിച്ചു വന്നു. അങ്ങനെ അവഹേളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മാസത്തിന് വളരെ വളരെ വിഷമം തോന്നി. നമുക്കറിയാം, ഓരോ മാസങ്ങളും പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോൾ ഈ മാസം വളരെ വിഷമിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് മാത്രം ആരും ഒരു നാഥനില്ല, എന്നെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ എന്തെങ്കിലും ഒരു വഴി കാണും, എന്നെ ആരും പരിഹസിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവസാനം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മാസം ഭഗവാൻ വിഷ്ണുവിന്റെ സന്നിധിയിലെത്തി തൻ്റെ ദുഃഖങ്ങൾ അറിയിക്കുകയാണ് അവിടെ ചെയ്തത്. പ്രഭു, എല്ലാവരും എന്നെ നിന്ദിക്കുകയാണ്, എന്നെ മലമാസം എന്ന് വിളിക്കുന്നു, എനിക്കൊരു ആദരവും കിട്ടുന്നില്ല, എനിക്കൊരു മഹത്വമില്ല, ഒരു നല്ല കാര്യങ്ങളും എന്റെ മാസത്തിൽ ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എന്നെ മലമാസം എന്ന് വിളിക്കുന്നു. ഈ മലമാസത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഫലങ്ങൾ കിട്ടില്ല. എല്ലാവരും എന്നെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്, എന്നെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ വിഷമിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോയി സങ്കടം അറിയിക്കുകയാണ് ഈ അധിക മാസം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഭഗവാൻ വളരെ കരുണാനിധിയുള്ള ആളാണ്, കരുണാസാഗരനാണ്. ആ ഭഗവാൻ ഈ അധിക മാസത്തിനോട് പറഞ്ഞു, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മാസമായിട്ട് കണക്കാക്കാം. അതുകൊണ്ട് നിന്നെ ഞാൻ പുരുഷോത്തമ മാസം എന്നുള്ള പേര് ഇടുന്നു. ഇനി മുതൽക്ക് എല്ലാവരും നിന്നെ പുരുഷോത്തമ മാസം എന്ന് വിളിക്കും. എല്ലാവരും മറ്റു മാസങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആദരവും സമ്മാനവും തരും. അതുകൊണ്ട് ഒരിക്കലും പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ സമാധാനിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ മാസത്തിൽ ആര് എന്ത് നല്ലൊരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അത് മറ്റു മാസത്തിൽ ചെയ്യുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ ശ്രേഷ്ഠമായിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു ഉറപ്പ് കൊടുത്തപ്പോൾ ഈ അധിമാസത്തിന് വളരെ വളരെ സന്തോഷം തോന്നി. അങ്ങനെ പുരുഷോത്തം മാസത്തില് എല്ലാവരും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം സാധാരണ മാസത്തിൽ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ എത്രയോ കൂടുതൽ മടങ്ങ്, ഈവൻ കാർത്തിക മാസത്തിൽ ചെയ്യുന്ന ആ കർമ്മങ്ങളെ 1000 മടങ്ങാണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ എത്രയോ കൂടുതൽ മടങ്ങ് അതിൻ്റെ സ്പിരിച്വൽ ബെനിഫിറ്റ്സ്, ആധ്യാത്മികമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അത് വിഷ്ണു ലോകത്തിന് മടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അധിക മാസം എന്നുള്ള ഈ മാസം, മലമാസം എന്ന് ആദ്യം അറിയപ്പെടുന്ന ഈ മാസം പുരുഷോത്തമ മാസം, ഭഗവാന്റെ സ്വന്തം പേരിൽ അറിയാൻ തുടങ്ങി. അപ്പൊ ഈ മാസം ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണന് അത്യന്തം പ്രിയപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ചെയ്യുന്ന ഭക്തിയുത സേവനങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളരെ വേഗത്തിൽ പുരോഗതി നൽകുന്നു. ഓക്കെ, നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ ഒരു ചെറിയൊരു ദാനം ചെയ്യാണ്, നമ്മൾ 1 രൂപ ദാനം ചെയ്യാണ് മറ്റ് ദിവസങ്ങളിൽ, അതേ 1 രൂപ ഇന്ന്, അതായത് പുരുഷോത്തമ മാസം നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ എത്രയോ കൂടുതൽ മടങ്ങ് നമുക്ക് സ്പിരിച്വൽ ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ പുരുഷോത്തമ മാസത്തിൽ നമ്മളെല്ലാവരും വളരെ കൂടുതൽ ആത്മീയ
കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങണം. ആത്മീയ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഹരിനാമജപം ഈ മാസത്തിൽ കൂടുതൽ ജപിക്കാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് കൂടുതൽ നമ്മൾ ജപിക്കാൻ. കാരണം അതിൽ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്, സ്പിരിച്വൽ ബെനിഫിറ്റ് സാധാരണ ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ മടങ്ങാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൂടാ? വളരെ സരളമായിട്ടുള്ള ഈ ഹരകൃഷ്ണ മന്ത്രം ജപത്തിലൂടെ. ഓക്കെ, നമ്മള് ബമ്പർ സെയിലൊക്കെ കേട്ടിട്ടുണ്ട് ഓണത്തിനും വിഷുവിനും ദീപാവലിക്കും ഒക്കെ അല്ലെ. അതേപോലെ ബമ്പർ സെയിലാണ് ഈ മാസം ഭഗവാൻ നമുക്ക് തരുന്നത്. ലെസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മോർ പ്രോഫിറ്റ്. അപ്പൊ ഇത് എല്ലാവരും ഇതിനെ ഉപയോഗിക്കണം. കൂടുതൽ സ്പിരിച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ ഭഗവത്ഗീത പാരായണം ചെയ്യുക, ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുക, അതേപോലെ മറ്റ് സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക, ഗോപികാ ഗീത, നമ്മുടെ ബ്രഹ്മ പ്രേയേഴ്സ്, ഓക്കെ, ഭീഷ്മ പ്രേയേഴ്സ്, പ്രഹ്ലാദ പ്രേയേഴ്സ്, ദിവ പ്രേയേഴ്സ്, ഇങ്ങനെ ഒരുപാട് പ്രേയേഴ്സ് ഉണ്ട് അല്ലേ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തില്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചൊല്ലിയിട്ട് പിന്നെ ചൗരാഷ്ടകം അത് ചൊല്ലാം. ഇങ്ങനെയെല്ലാം കൂടുതൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടാൻ നോക്കണം. വളരെ കുറവായിട്ടുള്ള ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും മിനിമം വേർ നെസസിറ്റി. ഏകാദശി ആചരിക്കുക. ഓക്കെ, പിന്നെ സാത്വിക ഭക്ഷണം നമ്മൾ കഴിക്കാൻ നോക്കുക. നമ്മളെല്ലാവരും സാത്വിക ഭക്ഷണം തന്നെ കഴിക്കുന്നത്. എങ്കിലും കൂടിയിട്ട് അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് ഈ മാസത്തെങ്കിലും സാത്വിക ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഉള്ളി, വെളുത്തുള്ളി, ചായ, കാപ്പി എന്നുള്ള കാര്യങ്ങളെല്ലാം അറ്റ്ലീസ്റ്റ് ഈ മാസത്തിൽ ഇത് ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ മാസത്തിലെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുക. അതായത് രജസിക്കായിട്ടുള്ള, തമസിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ദാനം ചെയ്യുക. വൈഷ്ണവർക്കും ഭക്തന്മാർക്കും അന്നദാനം ചെയ്യുക, ഗീതാദാനം ചെയ്യുക, സേവാദാനം ചെയ്യുക, അങ്ങനെ ദീപാദാനം ചെയ്യുക, സന്ധ്യാസമയത്ത് ഭഗവാന്റെ മുമ്പിൽ നെയ്വിളക്ക് തെളിയിക്കുക, ക്ഷേത്ര ദർശനം ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ മാസത്തിലെ സ്പിരിച്വൽ ബെനിഫിറ്റ് അത്രയും കൂടുതലായിരിക്കും. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ഈ മാസത്തിന്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ നോക്കുക. അങ്ങനെ വിനയത്തോടെ, ദേഷ്യം കാര്യങ്ങളെല്ലാം കുറയ്ക്കുക. വിനയത്തോടെ എല്ലാവരോടും, മനുഷ്യരുമായിട്ടുള്ള മറ്റുള്ള ഒരാളെയും നമ്മൾ ഹിംസിക്കാൻ പാടില്ല, ഒരാളെയും നമ്മൾ ഹർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൂടുതൽ ഭക്തിതരം സേവനം ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പുരുഷോത്തമ മാസത്തില് നമ്മൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫലം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുന്നു, ഭക്തി വേഗത്തിൽ വളരുന്നു, മനസ്സിന് ശാന്തിയും ആത്മസന്തോഷവും ലഭിക്കുന്നു, ശ്രീകൃഷ്ണന്റെ പ്രത്യേക കൃപ ലഭിക്കുന്നു, ഭഗവത് ധാമിലേക്ക് നമുക്ക് പോവാൻ ഈ ജന്മത്തിൽ നിന്ന് സാധിക്കും. നമ്മൾ വീണ്ടും ജന്മം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. നമ്മള് ഈ ജന്മത്തിൽ നമ്മളുടെ ഭക്തി സേവനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ആ ഉപാസനകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതിൽ ഏർപ്പെടുകയാണെങ്കിൽ, അങ്ങനെയുള്ള വ്രതങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറൊരു ജന്മം, വേറൊരു അമ്മയുടെ ഉദരത്തിൽ ജനിക്കേണ്ടി വരില്ല. അപ്പോ ശാസ്ത്രങ്ങൾ പറയുന്നത് ഈ മാസത്തിൽ ഭക്തിയോടെ ചെയ്യുന്ന ചെറിയൊരു സേവനത്തിന് പോലും അതിൻ്റെ കുറേ ഫലം ലഭിക്കുന്നു. അതുകൊണ്ട് ഈ വിശിഷ്ടമായ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ വെറുതെ കളയാതെ കൂടുതൽ ഹരിനാമം ജപിച്ച് ഭഗവത്ഗീത, ഭാഗവതം, ചരിതാമൃതം എന്നുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് അത് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അത് മാത്രമല്ല മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൂടുതൽ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യാം. ഈ ഒരു അവസരം ഇനി കിട്ടണമെങ്കിൽ 3 കൊല്ലം കഴിയണം ഏകദേശം അല്ലെ. അപ്പോ ഒരു 3 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഒരു മഹത്തായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, പരിപാവനമായിട്ടുള്ള ഈ മാസം നമ്മൾ പാഴാക്കാൻ പാടില്ല. കൂടുതൽ ഭക്തിയുത സേവനം ചെയ്യാൻ നമുക്ക് നമ്മളുടെ ഗുരുജനങ്ങളും ഭഗവാനും ശക്തി തരട്ടെ. അങ്ങനെ ഈ പവിത്രമായിട്ടുള്ള, അതിപാവനമായിട്ടുള്ള മാസത്തിന്റെ ആ ഫലങ്ങൾ, സ്പിരിച്വൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും മംഗളം ആശംസിക്കുന്നു. എല്ലാവരും ഈ മാസത്തിനെ നല്ല രീതിയിൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഫലവത്താക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
राम 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 हरे हरे हरि ओम तत्सत हरे कृष्णा